ഇത് നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണ്. ബയോളജി ഫോർ കെമിസ്റ്റ് MCH015 രണ്ടാമത്തെ വീഡിയോ ആണ്. ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ബ്ലോക്ക് 1 യൂണിറ്റ് 1 ആയിട്ടുള്ള നമ്മുടെ സെൽസ് ആൻഡ് ബയോമോളിക്യൂൾസ് ആണ്. അതിൽ സെൽ ആൻഡ് സെൽ ഓർഗനൽസ് ആണ് നമ്മൾ കുറച്ച് ഭാഗം നോക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? കോമ്പോസിഷൻ ഓഫ് സെൽ, ബയോകെമിക്കൽ കോമ്പോസിഷൻ ഓഫ് സെൽസ്, പിന്നെ ഡൊമൈൻസ് ഓഫ് ലൈഫ്, ഇതൊക്കെയാണ് പറഞ്ഞത്. ഇൻട്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞിരുന്നു. പിന്നെ റോബർട്ട് ഹൂക്ക്, ആന്റോയിൻ വാൻ ല്യൂവൻഹോക്ക്, ദെൻ റോബർട്ട് ബ്രൗൺ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചു. ജസ്റ്റ് ലീഡൻ, തിയോഡർ ഷ്വാൻ സെൽ തിയറി ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ബയോകെമിക്കൽ കോമ്പോസിഷൻ പറഞ്ഞു. ആ ഒരു വീഡിയോയിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അതായത് സോഡിയം പൊട്ടാസ്യം ട്രേസ് എമൗണ്ട്സിൽ കാണുന്നു എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ഓർ ഫോൾസ് എന്ന രീതിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ട്രൂ എന്നാണ് ആ വീഡിയോയിൽ പറഞ്ഞത്. ദാറ്റ് ഇസ് ഫോൾസ്. ഓക്കെ, സോറി ഫോർ ദാറ്റ്. ഫോൾസ് ആയിട്ടുള്ളത് എന്തുകൊണ്ടാണ് ഫോൾസ്? അയൺ, സിങ്ക്, കോപ്പർ, മാംഗനീസ്, അതാണ് വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ ട്രേസ് എമൗണ്ട്സിലുള്ളത്. ഓക്കെ, സോഡിയം പൊട്ടാസ്യത്തിൻ്റെ ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട്. സോഡിയം 0.15, പൊട്ടാസ്യം 0.20. ഇതെല്ലാം ഏകദേശം കണ്ടോ. പൊട്ടാസ്യം, സോഡിയം, ക്ലോറിൻ, മാഗ്നീഷ്യം അക്കൗണ്ട്സ് ഫോർ നിയർലി 0.8%. ഏകദേശം 0.8% ആണ്. എക്സാക്ട് വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, നമ്മൾ ഒരുമിച്ച് വായിച്ചെടുക്കാൻ പോകുന്നത് സ്ട്രക്ചർ ഓഫ് പ്രോകാരിയോട്ടിക് സെൽസ് ആണ്. പറ്റുമെങ്കിൽ യൂക്കാരിയോട്ടിക് സെൽസിൻ്റെയും സ്ട്രക്ചർ ഈ വീഡിയോയിൽ തന്നെ ഉണ്ടാകും, അല്ലെങ്കിൽ അടുത്തൊരു വീഡിയോ ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് തുടക്കാം. Prokaryotic cells are single-celled microorganisms known to be the earliest living organism on Earth. ഓക്കെ, പ്രൊക്കാരിയോട്ടിക് സെൽസ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ സെൽഡ് മൈക്രോ ഓർഗാനിസം ആണ്. ഓക്കെ, അതിനൊരു സെല്ല് മാത്രമേ ഉള്ളൂ, സിംഗിൾ സെൽഡ് മൈക്രോ ഓർഗാനിസം. അതാണ് നമുക്ക് പണ്ട് കാലം തൊട്ടേ നമുക്ക് അറിയുന്ന ലിവിങ് ഓർഗാനിസത്തിലെ ഏറ്റവും സിംഗിൾ സെൽഡ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസം എന്നറിയപ്പെടുന്നതാണ് ഈ പ്രൊക്കാരിയോട്സ്. ഇനി പ്രോകാരിയോട്സ് തന്നെ ദാറ്റ് ഇൻക്ലൂഡ്സ് ബാക്ടീരിയ ആൻഡ് ആർക്കിയ. The characteristics of prokaryotic cells are that they lack a nuclear membrane and a membrane-bound organelles such as mitochondria, Golgi bodies, chloroplast, lysosomes, etc. പ്രൊക്കാരിയോട്ടിക് സെല്ല് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്താണ്? അതിനൊരു ന്യൂക്ലിയർ മെംബ്രെയിൻ ഇല്ല. ഓക്കെ, ദേ ലാക്ക് എ ന്യൂക്ലിയർ മെംബ്രെയിൻ ആൻഡ് ഓൾസോ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് സച്ച് ആസ് മൈറ്റോകോൺട്രിയ, ഗോൾഗി ബോഡീസ്, ക്ലോറോപ്ലാസ്റ്റ്, ലൈസോസോം, എക്സെട്ര. ആൻഡ് ദ DNA ഈസ് പ്രസൻറ്റ്, ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള DNA ഈസ് പ്രസൻറ്റ്. അതായത് DNA, ഡിയോക്സി റൈബോന്യൂക്ലിക് ആസിഡ്. ഓക്കെ, DNA is present in a region in the cytoplasm without a membrane. DNAക്ക് മെംബ്രെയിൻ ഇല്ലാതെ സൈറ്റോപ്ലാസത്തിലെ ഒരു ഭാഗത്താണ് DNA കാണപ്പെടുന്നത്. ആൻഡ് ഇസ് നോൺ ആസ് ന്യൂക്ലിയോയിഡ്. അതറിയപ്പെടുന്നത് എന്താണ്? ന്യൂക്ലിയോയിഡ്. ഓക്കെ, മെംബ്രെയിൻ ഒന്നും ഇല്ലാതെ സൈറ്റോപ്ലാസത്തിലെ ഒരു ഭാഗത്ത് ന്യൂക്ലിയോയിഡ് ഉണ്ട്, അതിൻ്റെ ഉള്ളിലാണ് DNA ഉള്ളത്. ഇനി ഈകൊളായി. ഓക്കെ, ഈകൊളായി എന്നൊരു ഓർഗാനിസം എവിടെ കാണപ്പെടുന്നത്? നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിലെ ഇൻഡസ്ട്രൈനൽ ട്രാക്റ്റിലാണ് കാണപ്പെടുന്നത്. ഓക്കെ, എസ്കറിഷ്യ കൊളായി, ഈ കൊളായി എന്ന് പറയും. അത് നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിലെ ഇൻഡസ്ട്രൈനൽ ട്രാക്റ്റിൽ കാണപ്പെടുന്ന ഒരു ഓർഗാനിസമാണ്. ആൻഡ് റെപ്രസെൻറ്റ്സ് എ ടിപ്പിക്കൽ പ്രോകാരിയോട്ടിക് ഓർഗാനിസം. ഈക്കോളെ എന്താണ്? ഒരു പ്രോകാരിയോട്ടിക് ഓർഗാനിസം ആണ്, വിച്ച് ഹാസ് ബീൻ ഇൻറ്റൻസീവ്ലി ഇൻവെസ്റ്റിഗേറ്റഡ്. അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. സോ ഈക്കോളെ ഈസ് എ റോഡ് ഷേപ്ഡ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയം that has an outer membrane consisting of lipopolysaccharides, inner cytoplasmic membrane, peptidoglycan layer and an inner cytoplasmic membrane. നോക്കൂ, ഈക്കോളായി ഒരു റോഡ് ഷേപ്ഡ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയമാണ്. അതിന് എന്തൊക്കെയുണ്ട്? ഒരു ഔട്ടർ മെംബ്രെയിൻ. ആ ഔട്ടർ മെംബ്രെയിൻ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഇറ്റ് ഇസ് കൺസിസ്റ്റിംഗ് ഓഫ് ലിപ്പോപോളിസാക്രൈഡ്സ്.
പിന്നെ ഒരു ഇന്നർ സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിൻ, പിന്നെ പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയർ ആൻഡ് ഇന്നർ സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിൻ. ഓക്കെ, then the cell is about 2 micrometer long. ഒരു 2 micrometer ലോങ്ങും 1 micrometer ഡയാമീറ്ററും ഉള്ള അത്രയും ചെറിയൊരു സെല്ലാണ് നമ്മുടെ ഈക്കോളൈ എന്ന് പറയുന്നത്. അതിൻ്റെ സ്ട്രക്ചറാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. കണ്ടോ, അത്രയും ചെറുതാണ്. കണ്ടോ, ഇവിടെയാണ് DNA അടങ്ങിയിരിക്കുന്നത്, ന്യൂക്ലിയോയിഡ്. പിന്നെ റൈബോസോം ഉണ്ട് പ്രോട്ടീൻ സിന്തസിസിന്, സൈറ്റോപ്ലാസം, പിന്നെ ഇതൊരു ഫ്ലജെല്ലം ഉണ്ട്, പ്ലാസ്മ മെംബ്രെയിൻ, സെൽ വാള്, പില്ലൈ, ദെൻ ക്യാപ്സ്യൂൾ എന്ന് തന്നിട്ടുണ്ട്. എന്താണ് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ, ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈക്കോളൈ ഒരു ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയമാണ്. ഗിവ് ഡിസ്റ്റിങ്ക്റ്റീവ് പർപ്പിൾ അപ്പിയറൻസ് ആഫ്റ്റർ ഗ്രാം സ്റ്റെയിനിങ്, അതാണ് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ. ഇനി ഗിവ് പെയിൽ റെഡിഷ് കളർ ആഫ്റ്റർ ഗ്രാം സ്റ്റെയിനിങ്, ഗ്രാം സ്റ്റെയിനിന് ശേഷം പെയിൽ റെഡിഷ് കളർ കിട്ടുന്നതാണ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയും. ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയ്ക്ക് പർപ്പിൾ അപ്പിയറൻസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇനി ഇതൊരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ആണ് അതിൻ്റെ സ്ട്രക്ചർ കാണിക്കുന്നത്. ഇനി ഇവിടെ എന്തൊക്കെയുണ്ട്? നമ്മൾ പറഞ്ഞ പോലെ സെൽ വാൾ ഉണ്ട്. അപ്പോൾ സെൽ വാളിനെ കുറിച്ച് നോക്കാം. പ്രോക്യാരിയോട്ടിക് സെല്ലിലെ ഈക്കോളൈയുടെ ഫീച്ചേഴ്സാണ്, സ്ട്രക്ചറൽ ഫീച്ചേഴ്സാണ് പറയാൻ പോകുന്നത്. Cell wall, it is made up of a thick layer of protein and sugar that prevents the cell from bursting and made of a rigid framework called peptidoglycan. സെൽ വാൾ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? സെൽ വാൾ ഇസ് മെയ്ഡ് ഓഫ് എ തിക്ക് ലെയർ ഓഫ് പ്രോട്ടീൻ്റെ ഒരു തിക്ക് ലെയറും ഷുഗറും ഇതെന്ത് ചെയ്യും? ദാറ്റ് പ്രിവെൻറ്റ്സ് ദ സെൽ ഫ്രം ബേസ്റ്റിംഗ്, സെല്ല് പൊട്ടിപ്പോകുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻഡ് മെയ്ഡ് എ റിജിഡ് ഫ്രെയിം വർക്ക് കോൾഡ് പെപ്റ്റിഡോഗ്ലൈക്കൻ. ഓക്കെ, ആൻഡ് കൺസിസ്റ്റിംഗ് ഓഫ് എ പോളിസാക്കറൈഡ് ചെയിൻസ് ക്രോസ് ലിങ്ക്ഡ് ബൈ പെപ്റ്റൈഡ് യൂണിറ്റ്സ് പരസ്പരം ക്രോസ് ലിങ്ക്ഡ് ചെയ്ത പോളിസാക്കറൈഡ് ചെയിൻസ് കൊണ്ടാണ് ഈ പെപ്റ്റിഡോഗ്ലൈക്കൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, so a rigid framework called peptidoglycan consisting of polysaccharide chains cross-linked by peptide units. ഒന്നുകൂടെ വായിക്കാം. Cell wall is made of a thick layer of protein and sugar that prevents the cell from bursting and made of a rigid framework called peptidoglycan consisting of polysaccharide chains cross-linked by peptide units. In gram-negative bacteria, peptidoglycan make up about 10% of the cell wall dry weight. Okay, cell wall dry weight 10% എന്തായിരിക്കും? പെപ്റ്റിഡോഗ്ലൈക്കൻ ആയിരിക്കും. While in gram-positive bacteria, the thicker peptidoglycan layer contains about 40 to 90% of the cell wall dry weight. സെൽ വാളിൻ്റെ ഡ്രൈ വെയ്റ്റിൽ 40-90% പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയർ ആയിരിക്കും. ഏത് കൈൻഡ് ഓഫ് ബാക്ടീരിയയിൽ? ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ നോക്കൂ. ആഫ്റ്റർ ഗ്രാം സ്റ്റെയിനിങ് അത് എന്തായിരിക്കും? പർപ്പിൾ അപ്പിയറൻസ് ആയിരിക്കും. ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ആണെങ്കിൽ പെയിൽ റെഡിഷ് കളർ ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. ഇനി അപ്പോൾ അങ്ങനെയുള്ള ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയിലാണെങ്കിൽ പെപ്റ്റിഡോഗ്ലൈക്കൻ എത്ര പെർസെൻറ്റേജ് ആണ്? സെൽ വാളിൻ്റെ ഡ്രൈ വെയ്റ്റിൽ 10% ആണ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയിലുള്ളത്. ഇനി ഓൾത്തോ ദ പെപ്റ്റിഡോഗ്ലൈക്കൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ മെക്കാനിക്കൽ സ്ട്രെങ്ത് ആൻഡ് ഷേപ്പ് ഓഫ് ദ ബാക്ടീരിയൽ സെൽ. ഓക്കെ, ഈ പെപ്റ്റിഡോഗ്ലൈക്കൻ്റെ ഫങ്ഷൻ എന്താണ്? ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ മെക്കാനിക്കൽ സ്ട്രെങ്ത് ആൻഡ് ഷേപ്പ് ഓഫ് ദ ബാക്ടീരിയൽ സെൽ. It has sufficient plasticity and dynamic turnover to allow cell growth and cell division. സെൽ ഗ്രോത്തിനും സെൽ ഡിവിഷനും സഹായിക്കാനും പിന്നെ എന്താണ് അതിൻ്റെ ഷേപ്പും മെക്കാനിക്കൽ സ്ട്രെങ്ത്തിനും മെയിൻറ്റെയിൻ ചെയ്യാനും പെപ്റ്റിഡോഗ്ലൈക്കൻ ഹെൽപ്ഫുൾ ആണ്. ദ സ്ട്രക്ചർ ഓഫ് എ പെപ്റ്റിഡോഗ്ലൈക്കൻ ഇൻ ഫിഗർ 1.3b എവിടെ നോക്കാം? ഇതാണ് ബി, പെപ്റ്റിഡോഗ്ലൈക്കൻ അല്ലേ, ബാക്ടീരിയൽ പെപ്റ്റിഡോഗ്ലൈക്കൻ. ഇനി ഇത് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയൽ സെൽ വാളും ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയൽ സെൽ വാളുമാണ്. അതിലൊരു ഭാഗമാണ് ഈ പെപ്റ്റിഡോഗ്ലൈക്കൻ വാളിനെ വലുതാക്കിയിട്ടുള്ളതാണ് ഈ രീതിയിലുള്ള സ്ട്രക്ചർ.
അപ്പോൾ നമ്മൾ സെൽ വാളിനെ കുറിച്ച് പഠിച്ചു. പിന്നെ അടുത്തതാണ് പ്ലാസ്മ മെംബ്രെയിൻ. കണ്ടോ, പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്. അപ്പോൾ പ്ലാസ്മ മെംബ്രെയിൻ്റെ നോക്കാം. ദ പ്ലാസ്മ മെംബ്രെയിൻ ഓൾസോ കോൾഡ് സെൽ മെംബ്രെയിൻ. പ്ലാസ്മ മെംബ്രെയിൻ തന്നെയാണ് നമ്മൾ സെൽ മെംബ്രെയിൻ എന്നും വിളിക്കുന്നത്. ഈസ് പ്രസൻറ്റ് ആസ് ദ ഇന്നർ സർഫസ് ലൈനിങ് ഓഫ് ദ സെൽ വാൾ. സെൽ വാളിലെ ഉള്ളിലുള്ള ഒരു ലൈനിങ് ആയിട്ട് ഇത് ആക്ട് ചെയ്യുന്നുണ്ട്, പ്ലാസ്മ മെംബ്രെയിൻ ആക്ട് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഫോസ്ഫോലിപ്പിഡ്സ്. 45% ഫോസ്ഫോലിപ്പിഡ്സും 55% പ്രോട്ടീൻസുമാണ്. ആൻഡ് ഇസ് യൂസ്ഡ് ടു കൺട്രോൾ ദ മൂവ്മെൻറ്റ് ഓഫ് മോളിക്യൂൾസ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദ സെൽ. ഓക്കെ, നോക്കൂ, പ്ലാസ്മ മെംബ്രെയിനെ സെൽ മെംബ്രെയിൻ എന്നുകൂടെ വിളിക്കുന്നു. ഇസ് പ്രസൻറ്റ് ആസ് ദ ഇന്നർ സർഫസ് ലൈനിങ് ഓഫ് ദ സെൽ വാൾ. സെൽ വാളിൻ്റെ ഇന്നർ സർഫസ് ലൈനിങ്ങിലുള്ളതാണ് പ്ലാസ്മ മെംബ്രെയിൻ. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഫോസ്ഫോലിപ്പിഡ്സ്. 45% ഫോസ്ഫോലിപ്പിഡ്സും ദെൻ 55% പ്രോട്ടീനും അടങ്ങിയിരിക്കുകയാണ്. ഇതെന്തിനാ യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഇസ് യൂസ്ഡ് ടു കൺട്രോൾ ദ മൂവ്മെൻറ്റ് ഓഫ് മോളിക്യൂൾസ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദ സെൽ. സെൽസിൽ നിന്നും മോളിക്യൂൾസ് പുറമേയിൽ നിന്നും ഉള്ളിലേക്കും വരാതിരിക്കാനുള്ള ആ മൂവ്മെൻറ്റ്, വരുന്നതിൻ്റെ മൂവ്മെൻറ്റിനെ കൺട്രോൾ ചെയ്യാനാണ് പ്ലാസ്മ മെംബ്രെയിൻ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തതാണ് എന്ത്? സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസം ഓഫ് ദ സെൽ ഇസ് എൻക്ലോസ്ഡ് വിത്തിൻ ദ സെൽ മെംബ്രെയിൻ. സെൽ മെംബ്രെയിന് ശേഷം പിന്നെ ഉള്ളിലുള്ളതാണ് എന്ത്? സൈറ്റോപ്ലാസം. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ദിസ് ഇസ് സൈറ്റോപ്ലാസം. ഈ ഏരിയ, ഈ ഫുൾ ഇതിലുള്ളതാണ് എന്ത്? സൈറ്റോപ്ലാസം. ഓക്കെ, സെൽ വാൾ കഴിഞ്ഞു, പ്ലാസ്മ മെംബ്രെയിൻ കഴിഞ്ഞു, അടുത്തതാണ് സൈറ്റോപ്ലാസം. ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയൽ സെൽ വാളും ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയൽ സെൽ വാളും ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. അടുത്തതാണ് ന്യൂക്ലിയോയിഡ്. ഓക്കെ, കണ്ടോ, ഇവിടെയാണ് പെപ്റ്റോഗ്ലൈക്കൻ സെൽ വാള്. അത് ഇത്രയും ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയൽ സെൽ വാളിൽ 40 to എത്ര പെർസെൻറ്റേജാണ് പറഞ്ഞത്? 40 to 90% ഓഫ് ദ സെൽ വാൾ ഡ്രൈ വെയ്റ്റും ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയൽ സെൽ വാളിൽ നമ്മുടെ പെപ്റ്റിഡോഗ്ലൈക്കൻ ആണെന്ന് പറഞ്ഞു. ഗ്രാം നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ, ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയൽ ആണെങ്കിൽ അത് എമൗണ്ട് കുറവാണെന്നും പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇതാണ് ഗ്രാം നെഗറ്റീവ് സെൽ വാൾ, ബാക്ടീരിയൽ സെൽ വാൾ. അതിൽ പെപ്റ്റിഡോഗ്ലൈക്കൻ്റെ എമൗണ്ട് കുറവാണ്. Next one is nucleoid. Within the cytoplasm lies a single molecule of double-stranded DNA. അവിടെ ഒരു സൈറ്റോപ്ലാസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഒരു സിംഗിൾ മോളിക്യൂൾ ഓഫ് DNA ഉണ്ട്. ഡബിൾ സ്ട്രാൻഡഡ്, ഇങ്ങനെ ഡബിൾ സ്ട്രാൻഡഡ് DNA ഉണ്ട്. ഓക്കെ, ഇൻ ദ ഫോം ഓഫ് ആൻ എൻഡ്ലെസ് ലൂപ്പ് കോൾഡ് സർക്കുലർ DNA. ഇതൊരു എൻഡ്ലെസ് ആയിട്ടുള്ള ഒരു ലൂപ്പ് പോലെ സർക്കുലർ DNA എന്ന് പറയും. The circular DNA molecule is tightly coiled to form the nuclear body, that is bacterial chromosome. The DNA is not enclosed by a nuclear membrane. ഇവിടെ നോക്കുകയാണെങ്കിൽ DNA ജസ്റ്റ് ഇങ്ങനെ ചുരുണ്ടുകൂടി അങ്ങനെ കിടക്കുന്ന പോലെയുള്ളൂ. അതിന് ചുറ്റും ഒരു ന്യൂക്ലിയർ മെംബ്രെയിനോ ഒന്നും ഇല്ല. ഓക്കെ, അതൊരു കോയിൽ ലൈക്ക് സ്ട്രക്ചർ ഫോം ചെയ്തിരിക്കുകയാണ്. അത് തന്നെയാണ് ന്യൂക്ലിയർ ബോഡി ആയിട്ട് ആക്ട് ചെയ്യുന്നത്. സോ ദ DNA ഈസ് നോട്ട് എൻക്ലോസ്ഡ് ബൈ എ ന്യൂക്ലിയർ മെംബ്രെയിൻ. അതിനെയാണ് നമ്മൾ ന്യൂക്ലിയോയിഡ് എന്ന് പറയുന്നത്. അടുത്തതാണ് പ്ലാസ്മിഡ്സ്. മോസ്റ്റ് ബാക്ടീരിയ കണ്ടെയ്ൻ എക്സ്ട്രാ ക്രോമസോമൽ സ്മോൾ സർക്കുലർ ഫ്രാഗ്മെൻറ്റ്സ് ഓഫ് DNA കോൾഡ് പ്ലാസ്മിഡ്സ്. മോസ്റ്റ് ബാക്ടീരിയ കണ്ടെയ്ൻ, കൂടുതൽ ബാക്ടീരിയസിൽ എന്തുണ്ട്? എക്സ്ട്രാ ക്രോമസോമൽ സ്മോൾ സർക്കുലർ ഫ്രാഗ്മെൻറ്റ്സ് ഓഫ് DNA. ഓക്കെ, DNAയുടെ സ്മോൾ ഫ്രാഗ്മെൻറ്റ്സ് ആണ്, അതിനെ പ്ലാസ്മിഡ്സ് പറയുന്നു. വിച്ച് ഓൾസോ ക്യാരി ജനറ്റിക് ഇൻഫർമേഷൻ. പ്ലാസ്മിഡ്സും ജനറ്റിക് ഇൻഫർമേഷൻ ക്യാരി ചെയ്യുന്നുണ്ട്, ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ ബാക്ടീരിയൽ ക്രോമസോം. ബാക്ടീരിയൽ ക്രോമസോമിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വേറൊരു രീതിയിൽ ജനറ്റിക് ഇൻഫർമേഷൻ ക്യാരി ചെയ്യുന്നതാണ് എന്ത്? പ്ലാസ്മിഡ്സ്. അടുത്തതാണ് റൈബോസോം. Cytoplasm also possesses a number of dense granular elements called ribosome. Dense granular elements called ribosome, which are the sites of protein synthesis in the cell. Okay, which are the sites of protein synthesis in the cell. സെല്ലിലെ പ്രോട്ടീൻ സിന്തസിസിന് കാരണമാവുന്നതാണ് റൈബോസോം. അപ്പോൾ സൈറ്റോപ്ലാസത്തിൽ എന്തുകൂടെ ഉണ്ട്? റൈബോസോം കൂടെ ഉണ്ട്. അടുത്തതാണ് ഫ്ലജെല്ല. നമ്മൾ ഈ പിക്ചറിൽ കണ്ടിരുന്നു, ഇതാണ് ഫ്ലജെല്ല. ഓക്കെ, റൈബോസോം എവിടെയാണെന്ന് നോക്കുക. ഈ കാണുന്നതാണ് പ്രോട്ടീൻ സിന്തസിസിൻ്റെ കാരണമാവുന്ന റൈബോസോം. അടുത്തത് നമ്മൾ പറയുന്നതാണ് ഫ്ലജെല്ലം. ഓക്കെ, ഫ്ലജെല്ലം അല്ലെങ്കിൽ ഫ്ലജെല്ല എന്ന് പറയുന്നു. എന്താണ് ഫ്ലജെല്ല?
നമ്മൾ പ്ലാസ്മിഡ് പറഞ്ഞു, റൈബോസോം പറഞ്ഞു, ഫ്ലജല്ലയാണ് ഇനി നോക്കുന്നത്. ദീസ് സ്ട്രക്ചേഴ്സ് ആർ കമ്പോസ്ഡ് ഓഫ് പ്രോട്ടീൻസ് ഗിവിംഗ് സെൽസ് ദ ക്യാപ്പബിലിറ്റി ടു മൂവ്. കണ്ടോ, ഈ സ്ട്രക്ചേഴ്സ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? പ്രോട്ടീൻസ് കൊണ്ടാണ്. അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? സെൽസിന് മൂവ് ചെയ്യാനുള്ള എബിലിറ്റി കൊടുക്കുന്നു. ഓക്കെ, ഫ്ലജല്ല. അതാണ് പില്ലസ്. Some E. coli cells have small, thin filamentous extensions of the cell wall called pillae. Okay, പില്ലായി അല്ലെങ്കിൽ പില്ലസ് എന്ന് പറയുന്നു. കുറേ സെൽ വാളിന്, അതായത് സെൽ വാളിൽ തന്നെ കുറച്ച് നാരുകൾ പോലെ എക്സ്റ്റൻഷൻ. ഇപ്പോൾ ഇതാണ് സെൽ വാളെങ്കിൽ ഇങ്ങനെ ചെറിയ ചെറിയ തിൻ ഫിലമെൻറ്റസ് എക്സ്റ്റൻഷൻസ് ഓഫ് സെൽ വാൾ കാണുന്നുണ്ട്. അതിനെ പില്ലായി എന്ന് പറയുന്നു. ദിസ് സ്ട്രക്ചർ അലൗസ് ബാക്ടീരിയ ടു അറ്റാച്ച് ടു സ്പെസിഫിക് സർഫസ്. അതുകൊണ്ട് തന്നെ ഈ പില്ലായി ഉപയോഗിച്ചിട്ട് ഏതെങ്കിലും ഒരു സ്പേസിലോ മറ്റും ഇതിനെ അറ്റാച്ച് ചെയ്ത് ഓക്യുപ്പൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇത്തരം ബാക്ടീരിയാസിനെ ഏതെങ്കിലും ഭാഗത്ത് അറ്റാച്ച് ചെയ്യാൻ, സ്പെസിഫിക് സർഫസിൽ അറ്റാച്ച് ചെയ്യാൻ സഹായിക്കുന്നതാണ് പില്ലസ്. അടുത്തതാണ് ക്യാപ്സ്യൂൾ. ദിസ് സ്ട്രക്ചർ, which is a sticky outermost layer, allows the U bacteria to survive during harsh condition. U ബാക്ടീരിയനെ ഹാർഷ് കണ്ടീഷൻസിൽ സർവൈവ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഈ ക്യാപ്സ്യൂൾ എന്ന സ്ട്രക്ചർ. ദി സ്ട്രക്ചർ which is a sticky outermost layer allows the U bacteria to survive during harsh condition. Further, the cytoplasm of many bacteria contains certain storage granules consisting of fats, starch, and other nutrients. ഇത് കൂടാതെ സൈറ്റോപ്ലാസത്തിൽ കുറേ മെനി ബാക്ടീരിയയിലെ സൈറ്റോപ്ലാസത്തിൽ എന്തൊക്കെയുണ്ട്? സ്റ്റോറേജ് ഗ്രാനുൾസ് ഉണ്ട്. എന്തിനാണ്? ഫാറ്റ്, സ്റ്റാർച്ച്, അതർ ന്യൂട്രിയൻസ് സ്റ്റോർ ചെയ്യാനായിട്ട്. സൈറ്റോപ്ലാസം ഇസ് വെരി റിച്ച് ഇൻ പ്രോട്ടീൻസ് and contains all the enzymes required for the bacterial metabolism. സൈറ്റോപ്ലാസത്തിൽ കൂടുതലും പ്രോട്ടീൻസ് ഉണ്ട്. പോരാത്തതിന് അതിന് കുറേ എൻസൈംസ് കൂടെ ഉണ്ട്. ബാക്ടീരിയൽ മെറ്റബോളിസം പ്രോപ്പറായി നടക്കാൻ ആവശ്യമായിട്ടുള്ള എൻസൈംസും സൈറ്റോപ്ലാസത്തിൽ കാണാം. From the foregoing description of an E. coli cell, it should be clear that the structural organization of the organism is fairly simple. However, the organism is still able to accomplish most of the functions that occur in most complicated cells such as that of the liver. ഓക്കെ, ഇത്ര ചെറുതാണെങ്കിൽ കൂടിയും അതിൽ ഒരുപാട് ഫങ്ഷൻസ് നിർവഹിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇൻ ദ ഫോളോയിങ് സബ്സെക്ഷൻ ഇനി നമ്മൾ ഫോളോയിങ് സബ്സെക്ഷനിൽ ഇനി പഠിക്കാൻ പോകുന്നത് എന്താണ്? യൂക്യാരിയോട്ടിക് സെല്ലിൻ്റെ സ്ട്രക്ചറാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പ്രൊക്യാരിയോട്ടിക് സെല്ലിൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കി കഴിഞ്ഞു. സെൽ വാൾ ഉണ്ട്, പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്, സൈറ്റോപ്ലാസം ഉണ്ട്, ന്യൂക്ലിയോയിഡ് ഉണ്ട് വിത്തൗട്ട് എ ന്യൂക്ലിയർ മെംബ്രെയിൻ. ഓക്കെ, പ്ലാസ്മിഡ് ഉണ്ട്, നമ്മുടെ ജനറ്റിക് ഇൻഫർമേഷൻ ക്യാരി ചെയ്യുന്ന മറ്റൊരു ഇതാണ് എന്ത്? പ്ലാസ്മിഡ് ഉണ്ട്. പിന്നെ പ്രോട്ടീൻ സിന്തസിസിനായിട്ടുള്ള റൈബോസോംസ് ഉണ്ട്. പിന്നെ ഫ്ലജല്ല, മൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഫ്ലജല്ല ഉണ്ട്. പിന്നെ ഏതെങ്കിലും സർഫസിൽ സ്റ്റിക്ക് ചെയ്ത് പിടിക്കാനായിട്ടുള്ള ഒരു ഫിലമെൻ്റസ് എക്സ്റ്റൻഷൻ സെൽ വാളിൽ തന്നെ അടങ്ങിയിട്ടുണ്ട്. പിന്നെ ക്യാപ്സ്യൂൾ എന്നതും കൂടെ ഉണ്ട്. ഇത്രയുമാണ് നമ്മുടെ പ്രൊക്യാരിയോട്ടിക് സെല്ലിലെ സ്ട്രക്ചറിൽ പറയുന്നത്. ഓക്കെ ആണോ? ഇതുകൂടെ വായിക്കാം. സ്ട്രക്ചർ ഓഫ് യൂക്യാരിയോട്ടിക് സെൽ. The eukaryotic cell is a complex unit and contains many structural features not seen in the simple prokaryotic cell. ഓക്കെ, പ്രൊക്യാരിയോട്ടിക് സെല്ലിനേക്കാളും കുറേ കാര്യങ്ങൾ, കുറേ സ്ട്രക്ചറൽ ഫീച്ചേഴ്സ് ഡിഫറെൻ്റ് ആണ് ഇതിനെ നമ്മുടെ യൂക്യാരിയോട്ടിക് സെല്ലിന്. ഇറ്റ്സ് എ കോംപ്ലക്സ് യൂണിറ്റ് ആണ്. സിംപ്ലസ്റ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ ആയിരിക്കില്ല. യൂക്യാരിയോട്സ് ഹാവ് എ ക്ലിയർലി ഡിഫൈൻഡ് ന്യൂക്ലിയസ്. യൂക്യാരിയോട്സിന് എന്താണ്? ക്ലിയർലി ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസ് ഉണ്ട്. പിന്നെ യൂക്യാരിയോട്ടിക് സെൽസ് ഓൾസോ കണ്ടെയ്ൻ ഓർഗനൽസ് ഇൻക്ലൂഡിങ് മൈറ്റോകോൺട്രിയ ഉണ്ട്. ഇവിടെ പ്രൊക്യാരിയോട്സിൽ അതൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ യൂക്യാരിയോട്സിൽ മൈറ്റോകോൺട്രിയ ഉണ്ട്. മൈറ്റോകോൺട്രിയ ആണ് നമ്മുടെ എനർജി ട്രാൻസ്ഫറിനെ സഹായിക്കുന്നത്. സെല്ലുലാർ എനർജി എക്സ്ചേഞ്ചസ് എന്ന് പറയുന്നു. ദെൻ അതാണ് ഫങ്ഷൻ. പിന്നെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, അതൊരു കനാൽ ലൈക്ക് സിസ്റ്റം ഓഫ് മെംബ്രെയിൻസ് വിത്തിൻ ദ സെല്ലിൽ തന്നെ കനാൽ ലൈക്ക് സിസ്റ്റം ഓഫ് മെംബ്രെയിൻസ് ആണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. പിന്നെയുള്ളത് ഗോൾഗി അപ്പാരറ്റസ്, അതൊരു സെക്രീറ്ററി ഡിവൈസ് ആണ് ഗോൾഗി അപ്പാരറ്റസ്. പിന്നെ ലൈസോസോംസ് ആണ്. ലൈസോസോംസ് എന്താണ്? ഡൈജസ്റ്റീവ് അപ്പാരറ്റസ് വിത്തിൻ മെനി സെൽ ടൈപ്സ്. ഓക്കെ, ഡൈജസ്റ്റീവ് അപ്പാരറ്റസ് അത് കുറേ ജ്യൂസസ്, ലൈസോസോംസ് കുറച്ച് ജ്യൂസസിന് എക്സ്ക്രീഷൻ നടത്തും. അതാണ് ലൈസോസോംസ് എന്ന് പറയുന്നത്. അങ്ങനെ അത്തരം സെൽ ഓർഗനൽസൊക്കെ യൂക്യാരിയോട്ടിക് സെൽസിലുണ്ട്. ഇതൊരു അനിമൽ സെല്ലിൻ്റെ യൂക്യാരിയോട്ടിക് അനിമൽ സെല്ലിലെ
സ്ട്രക്ചറാണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. കണ്ടോ, ഗോൾഗി അപ്പാരറ്റസ് ഉണ്ട്, സെക്രട്ടറി വെസിക്കിൾസ് ഉണ്ട്, സൈറ്റോപ്ലാസം, മൈറ്റോകോൺട്രിയ, റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, പിന്നെ കണ്ടോ ന്യൂക്ലിയർ പോർ, ന്യൂക്ലിയോലസ്, ന്യൂക്ലിയർ പ്ലാസം, ന്യൂക്ലിയർ എൻവലപ്പ്, ഇതെല്ലാം ചേർന്നതാണ് ന്യൂക്ലിയസ്. പിന്നെ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്, സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്. കണ്ടോ സെൽ മെംബ്രെയിൻ കാണുന്നു, ഇവിടെയും സിലിയം, മറ്റേ പൈലസ് എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഒരു സിലിയം ഉണ്ട്. പിന്നെ റൈബോസോം ഉണ്ട്, ലൈസോസോം ഉണ്ട്, സെൻട്രിയോൾ ഉണ്ട്, സെൻട്രോസോം, പെറോക്സിസോം, ഇത്രയും ഭാഗങ്ങളാണ് നമ്മുടെ യൂക്യാരിയോട്ടിക് സെല്ലിൽ അടങ്ങിയിരിക്കുന്നത്. ഓക്കെ, നമ്മളിതൊരു ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും, ഈ യൂണിറ്റ് തന്നെ പഠിക്കും. ഇനി നമ്മൾ കമ്പയർ ചെയ്യുകയാണ്. ഓക്കെ, കമ്പാരിസൺ ഓഫ് സെൽ ഓർഗനൈസേഷൻ ഇൻ പ്രോക്യാരിയോട്സ് ആൻഡ് യൂക്യാരിയോട്സ്. ടേബിൾ നോക്കുക. ഈ പ്രോക്യാരിയോട്ടിക്സിന് എക്സാമ്പിൾ ബ്ലൂ ഗ്രീൻ ആൽഗെ, ബാക്ടീരിയ. ഇതോ യൂക്യാരിയോട്സിന് എക്സാമ്പിൾ കൊടുക്കാം, പ്രോട്ടോസോവ, ആൽഗെ, പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. ഈ സെൽ സൈസിൻ്റെ ഡയാമീറ്റർ വന്നിട്ട് 1 മുതൽ 10 മൈക്രോ മീറ്റർ വരെയാണ് ഡയാമീറ്റർ ഉണ്ടാവുക. ഇതോ 10 to 100 മൈക്രോമീറ്റർ വരെ ഡയാമീറ്റർ ഉണ്ട്. ഇവിടുത്തെ മെറ്റബോളിസം നടക്കുന്നത് അനയറോബിക് വഴിയും എയറോബിക് വഴിയും, എയറിൻ്റെ പ്രസൻസിലും എയറിൻ്റെ ആബ്സെൻസിലും നടക്കും. യൂക്യാരിയോട്സിന് എപ്പോഴും എയറിൻ്റെ പ്രസൻസ് ആണ്, അപ്പോൾ എയറോബിക് മെറ്റബോളിസമാണ് നടക്കുന്നത്. ഇനി സെൽ ഓർഗനൽസ് കുറച്ചാണ് അല്ലെങ്കിൽ ഒട്ടുമില്ല എന്നുള്ളൊരു ലെവലാണ്. എന്നാൽ യൂക്യാരിയോട്സിന് ഒരുപാട് സെൽ ഓർഗനൽസ് ഉണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്, മൈറ്റോകോൺട്രിയം ഉണ്ട്, ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്, ലൈസോസോംസ് ഉണ്ട്. ന്യൂക്ലിയസ് ഇവിടെ ആബ്സെൻ്റ് എന്ന് പറയുന്നു പ്രോക്യാരിയോട്ടിക് സെൽസിൽ. അവിടെ ജനറ്റിക് മെറ്റീരിയൽ സർക്കുലർ DNA ആയിട്ടാണ്, വിത്തൗട്ട് എനി ന്യൂക്ലിയർ മെംബ്രെയിൻ ഇൻ ദ DNA. വെറും ഒരു കുറേ ലൂപ്പ് പോലെ കുറേ കോയിൽ ലൈക്ക് സ്ട്രക്ചർ മാത്രമേ ഉള്ളൂ ന്യൂക്ലിയസ് ആയിട്ട് ഉള്ളത്. പിന്നെ യൂക്യാരിയോട്സിൽ ന്യൂക്ലിയസ് ഉണ്ട്, ഇറ്റ് ഇസ് പ്രസൻറ്റ്, ഇറ്റ് ഇസ് ഓർഗനൈസ്ഡ് ഇൻ ടു ക്രോമസോംസ്. അത് വെൽ ഓർഗനൈസ്ഡ് ആണ്, ക്രോമസോംസ് അതിൽ അടങ്ങിയിട്ടുണ്ട്. ന്യൂക്ലിയോലസ് എന്താ, പ്രോക്യാരിയോട്ടിൽ ആബ്സെൻ്റ് ആണ്, ന്യൂക്ലിയോലസ് യൂക്യാരിയോട്ടിൽ പ്രസൻ്റ് ആണ്. സെൽ ഡിവിഷൻ, ബൈനറി ഫിഷൻ എന്ന് പറയുന്നു. സെൽ ഡിവിഷൻ അമിറ്റോസിസ് ആണ് നടക്കുന്നത് പ്രോക്യാരിയോട്ടിസിൽ. ദെൻ യൂക്യാരിയോട്സിൽ മൈറ്റോസിസും മിയോസിസും വഴിയാണ് സെൽ ഡിവിഷൻ നടക്കുന്നത്. മൈറ്റോകോൺട്രിയ പ്രോക്യാരിയോട്സിലില്ല. റെസ്പിറേറ്ററി ആൻഡ് ഫോട്ടോസിന്തറ്റിക് എൻസൈംസ് ആർ പ്രസൻറ്റ് ഇൻ ദ സൈറ്റോപ്ലാസം. ഓക്കെ, സൈറ്റോപ്ലാസത്തിൽ മൈറ്റോകോൺട്രിയ ഇല്ല, പകരം എന്തുണ്ട്, റെസ്പിറേറ്ററി ആൻഡ് ഫോട്ടോസിന്തറ്റിക് എൻസൈംസ് ആർ പ്രസൻറ്റ് ഇൻ ദ സൈറ്റോപ്ലാസം. ഇനി ഇവിടെ എന്താണ്, ഒരു വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള മൈറ്റോകോൺട്രിയ തന്നെയാണ് യൂക്യാരിയോട്സിൽ അടങ്ങിയിരിക്കുന്നത്. പിന്നെ പ്രോക്യാരിയോട്സിൽ ക്ലോറോപ്ലാസ്റ്റ് ഇല്ല. പിന്നെ പ്ലാന്റ് സെൽസിൽ നമ്മുടെ യൂക്യാരിയോട്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ്, യൂക്യാരിയോട്സിന് എക്സാമ്പിൾ പഠിച്ചിട്ടില്ലേ, പ്രോട്ടോസോവ, ആൽഗെ, പ്ലാന്റ്സ്, അനിമൽസ്. എന്നാൽ ക്ലോറോപ്ലാസ്റ്റ് ഏതിൽ മാത്രമേ ഉള്ളൂ, പ്ലാന്റ് സെൽസിൽ മാത്രമേ ഉള്ളൂ, അനിമൽ സെൽസിലൊന്നുമില്ല. കോമൺലി യൂക്യാരിയോട്സിൽ ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട് പറയും, അത് ഏതിലുണ്ട്, അത് പ്ലാന്റ് സെല്ലിലാണുള്ളത്. ഓക്കെ, പിന്നെ സൈറ്റോപ്ലാസത്തിന് സൈറ്റോസ്കെലിട്ടൻ ഇല്ല, സൈറ്റോപ്ലാസം ഹാസ് നോ സൈറ്റോസ്കെലിട്ടൻ. ഇവിടെയാണെങ്കിൽ ഒരു വെൽ ഡിഫൈൻഡ് സൈറ്റോസ്കെലിട്ടൻ ഉണ്ട്, പ്രോട്ടീൻ ഫിലമെൻ്റ് ഇസ് ഓൾസോ പ്രസൻറ്റ്. ഓക്കെ, ഇനി ഇറ്റ് ഈസ് ഒബ്വിയസ് ദാറ്റ് ദർ ആർ നമ്പർ ഓഫ് ഡിഫറൻസസ് അല്ലേ. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് ഡിഫറൻസസ് ഉണ്ട് ബിറ്റ്വീൻ 2 types of cell. Prokaryotes like bacterial cells are generally much smaller, less than 1 micrometer in diameter and thus not visible to the naked eyes. കണ്ടോ, പ്രോക്യാരിയോട്സ് ബാക്ടീരിയൽ സെൽസ് എന്താണ്, വളരെ ചെറിയ സൈസാണ്, 1 മൈക്രോമീറ്ററിനേക്കാളും ഡയമീറ്റർ താഴെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ നേക്കഡ് ഐസ് കൊണ്ട് കാണാൻ പറ്റില്ല. യൂക്യാരിയോട്സ് എന്താണ്, ലൈക്ക് പ്ലാന്റ് ആൻഡ് അനിമൽ സെൽ, ഹവർ അറ്റ്ലീസ്റ്റ് 10 times ബിഗർ ദാൻ ദ ബാക്ടീരിയൽ സെൽ. ഇപ്പോൾ പറഞ്ഞ പ്രോക്യാരിയോട്സിലെ ബാക്ടീരിയൽ സെല്ലിനേക്കാളും ഒരു 10 times വലുതായിരിക്കും എന്ത്, പ്ലാന്റ് സെല്ലും അനിമൽ സെൽസും. പിന്നെ and also their shapes and sizes vary considerably. The approximate size and shapes of a few types of prokaryotic and eukaryotic cells are given. Okay, ഇവിടെ നോക്കൂ, approximate size of biomolecules and cell components ആണ്. കണ്ടോ, 1 നാനോമീറ്റർ പറഞ്ഞാൽ 10⁻⁹ മീറ്റർ. അലനിൻ, ഗ്ലൂക്കോസ്, ഫോസ്ഫോലിപ്പിഡ്സ്, ഹീമോഗ്ലോബിൻ, മയോസിൻ, ബാക്ടീരിയോഫൈജ്, ടൊബാക്കോ മൊസൈക് വൈറസ്, ഈക്കോളൈ സെൽ, റൈബോസോംസ് ഇൻ ഈക്കോളൈ, ലിവർ സെൽ, മൈറ്റോകോൺട്രിയ, ക്ലോറോപ്ലാസ്റ്റ്. ഇതിൻ്റെ എല്ലാം ലെങ്ത് ആണ് ഇൻ ഡയമെൻഷനിൽ പറയുന്നത്. നോക്കി നോക്കൂ, 0.5, ദിസ് ഇസ് നാനോമീറ്റർ, 0.7 നാനോമീറ്റർ, 3.5 നാനോമീറ്റർ, അങ്ങനെയാണ് വരുന്നത്. ക്ലോറോപ്ലാസ്റ്റ് ഒരു ലീഫ് സെല്ലിലെയും 8000 നാനോമീറ്റർ ആണ് വരുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് നോക്കാം കിട്ടുന്നുണ്ടോയെന്ന്. ഡാഷ് ഇസ് ദ ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് ലൈഫ് ഫോംസ്. ഉത്തരം എന്താ, സെൽ അല്ലേ.
Prokaryote cells have extra chromosomal DNA containing elements called, അതെന്താണ് പ്രൊക്കാരിയോട്സിൽ എക്സ്ട്രാ ആയിട്ട് നമുക്ക് ഡി എൻ എ ക്യാരിങ് ആയിട്ടുള്ള മീൻസ് അതായത് ഇവിടെ നമ്മൾ പഠിച്ചില്ലേ ഡി എൻ എ അല്ലേ, കണ്ടോ, സ്മോൾ സർക്കുലർ ഫ്രാഗ്മെൻറ്റ്സ് ഓഫ് ഡി എൻ എ ജനറ്റിക് ഇൻഫർമേഷൻ ക്യാരി ചെയ്യുന്നു എന്ന് പറഞ്ഞില്ലേ, അതാണ് ഇവിടെ ചോദ്യമായിട്ട് വന്നിരിക്കുന്നത്. ഉത്തരം എന്താ? പ്ലാസ്മിഡ്സ്. ഓക്കെ, പ്ലാസ്മിഡ്സ്. ഡാഷ് സെൽ ഹാസ് നോ ട്രൂ ന്യൂക്ലിയസ്. ഏത് സെല്ലിനാണ് നോ ട്രൂ ന്യൂക്ലിയസ് ഉള്ളത്? പ്രൊക്കാരിയോട്ടിക് സെല്ലിൽ അല്ലേ. ദ ബാക്ടീരിയൽ സെൽ വാൾ സ്ട്രക്ചറൽ പോളിസാക്കറൈഡ് ഇസ് കോൾഡ്. ബാക്ടീരിയൽ സെൽ വാൾ സ്ട്രക്ചറൽ പോളിസാക്കറൈഡ് ഇസ് കോൾഡ്. അതോ നമ്മളിവിടെ വായിച്ചതുണ്ടാവും, കണ്ടുപിടിക്കുക തന്നെ വേണം. ഓക്കെ, ബാക്ടീരിയൽ എന്താണ് ഉത്തരം? സെൽ വാളിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ ഒരു റിജിഡ് ഫ്രെയിം വർക്ക് ഉണ്ട്, പെപ്റ്റിഡോഗ്ലൈക്കൻ ആണെന്ന് പറഞ്ഞു. നമുക്ക് എന്തായാലും ഉത്തരം ഈ ചാപ്റ്ററിൻ്റെ യൂണിറ്റിൻ്റെ അവസാനം തന്നെ നമുക്ക് ഇതിൻ്റെ ഉത്തരമൊക്കെ തരും. നമുക്ക് എന്തായാലും നോക്കി നോക്കാം. ഓക്കെ, കണ്ടോ, അതിൽ ഓരോ സെൽ ഓർഗനൽസിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. എല്ലാ ചാപ്റ്ററിൻ്റെയും അവസാനം നമ്മൾ ഈ പറഞ്ഞ ടെക്സ്റ്റിൽ തന്ന കുറേ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ഉണ്ടാവും. കണ്ടോ, നമ്മൾ പഠിച്ചത് സെല്ല്. ഇപ്പോൾ അതാ ട്രൂ ഓർ ഫോൾസിൽ കണ്ടോ ഇത്രയും ഭാഗം ഫോൾസ്, ട്രൂ 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 ഫോൾസ്. എടുത്തത് ദ സെല്ലാണ്, പിന്നെ പ്ലാസ്മിഡ്, പിന്നെ പ്രോകാരിയോട്ടിക് സെല്ല്, പിന്നെ പറഞ്ഞതാ പെപ്റ്റിഡോഗ്ലൈക്കൺ. അപ്പോൾ നമ്മുടെ ഉത്തരം ശരിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? പ്രൊകാരിയോട്ടിക് സെല്ലിൻ്റെ സ്ട്രക്ചറും യൂക്കാരിയോട്ടിക് സെല്ലിൻ്റെ സ്ട്രക്ചറും പഠിച്ചു. യൂക്കാരിയോട്ടിക് സെല്ല് ഓർഗനൽസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിലായിരിക്കും കുറച്ചായിട്ട് പഠിക്കുക. അപ്പോൾ ആദ്യത്തെയും രണ്ടാമത്തെയും വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അത് മൊത്തത്തിൽ വായിക്കണം. നോട്ട്സൊക്കെ ജസ്റ്റ് പ്രിപ്പയർ ചെയ്യുക, വീണ്ടും റിവൈസ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ ചെറിയ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉള്ളിൽ തന്നിട്ടുണ്ടാവും, അതൊക്കെ ആൻസർ ചെയ്യാനായിട്ട് പറ്റുമോ എന്ന് നോക്കുക. അടുത്ത ടോപ്പിക്ക് സെൽ ഓർഗനൽസും അതിൻ്റെ ഫങ്ഷൻസും ആയിരിക്കും. ഓക്കെ, ഇത്രയും ഭാഗം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.